80 to 90% സ്റ്റാർട്ടപ്പ് ഡൈ ആണ്. അതിൽ 65 ഇഷ്യൂസ്, അതായത് നാളെ എന്തെങ്കിലും ഒരു സംഗതി വരുമ്പോൾ അതിനെ ഫേസ് ചെയ്യാൻ ഇഷ്യൂല്ല പ്രോപ്പറായിട്ടുള്ള ഒരു SOPസോ അല്ലെങ്കിൽ ഒരു ഐഡിയയോ ഇല്ലാതെ അതിന് ഫൗണ്ടേഴ്സ് അഭിപ്രായ വ്യത്യാസമുണ്ട്, ഡിസ്പ്യൂട്ടിലൂടെ പോകുന്നത്. അപ്പോൾ അതൊക്കെ പ്രോപ്പറായിട്ട് തുടക്കത്തിലെ അതിന് ചെറിയൊരു സിസ്റ്റം മതി. ഒരു ചെറിയൊരു സിസ്റ്റം ഡെവലപ്പ് ചെയ്യുമ്പോൾ ആ സിസ്റ്റം നിങ്ങളുടെ സ്റ്റാർട്ടപ്പ് കമ്പനി വളരുമ്പോൾ തന്നെ അതിൻ്റെ ഇൻറ്റേർണൽ ആ സിസ്റ്റം വളരും. അതിനായിരിക്കും ഭയങ്കര വാല്യൂഷൻ ഉണ്ടാകുക. ആ ഒരു സിസ്റ്റം അല്ലാതെ റവന്യൂ മാത്രം എടുത്തു കഴിഞ്ഞാൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ കോൺഫിഡൻസ് പോകും. നിങ്ങളെങ്ങനെ ഫ്യൂച്ചറിൽ ഈ റവന്യൂ അച്ചീവ് ചെയ്യുന്നു, നിങ്ങൾ പറയുന്ന റവന്യൂ എങ്ങനെ കിട്ടും, നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചു, നിങ്ങളെ കോൺഫ്ലിക്റ്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഡോക്യുമെൻ്റ് പ്രോപ്പർ അല്ലെങ്കിൽ അതെത്തൂലല്ലോ. അപ്പോൾ ഈ സസ്റ്റൈനബിൾ ഗവേണൻസ് എന്ന് പറഞ്ഞതും അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാലും ഒന്ന് ട്രാൻസ്പെറൻസിയും സസ്റ്റൈനബിലിറ്റിയാണ് കമ്പനിയുടെ നിങ്ങളെ ഗ്രോത്ത്. സ്കെയിലപ്പ് ചെയ്യണമെങ്കിൽ ബേസ് ഇപ്പോൾ നമ്മൾ സിമ്പിളായിട്ട് പറഞ്ഞാൽ നല്ല അടിത്തറ ഉണ്ടെങ്കിൽ നമുക്ക് എത്രയും ചാടാലോ. അടിത്തറ ഇളകി കിടക്കുന്ന ഇതിലേക്ക് നമുക്ക് ഉയർന്നു ചാടാൻ കഴിയില്ല, സ്ട്രോങ് ആവണം. അല്ല, അതിൽ ഇൻവെസ്റ്റ്മെന്റ് ഇല്ല. ഞാൻ പറഞ്ഞു ഡിസിപ്ലിനാണ്. നമ്മളെ മൈൻഡ് സെറ്റ് ആണ് അതിൽ ഇൻവെസ്റ്റ്മെന്റ്. വലിയ ഫൗണ്ടർ ഡിസിപ്ലിൻ നമ്മളെല്ലാം എഴുതി വെക്കുക, എല്ലാം ഡോക്യുമെന്റ് ചെയ്യുക. അതിന് കോസ്റ്റ്ലി ഒന്നുമല്ല, സിമ്പിളാണ്. പക്ഷെ അത് നാളെ പിന്നീട് വലുതായിട്ട് ചെയ്യുമ്പോൾ കോസ്റ്റ്ലിയാണ്. അതായത് നിങ്ങളെ പോലത്തെ ഒരു കൺസൾട്ടൻസിന്റെ ആവശ്യമൊന്നുമില്ല, നിങ്ങൾക്ക് തന്നെ ചെയ്യാവുന്നേ ഉള്ളൂ സിമ്പിളായിട്ട്. പിന്നെ ഒരു ലെവൽ എത്തുമ്പോൾ നമ്മളെപ്പോൾ ആവശ്യമുള്ളൂ. പിന്നെ നിങ്ങളെ വിഷൻ നിങ്ങളെ പേപ്പറിൽ ഉണ്ടാവണം. നാളെ ഡോക്യുമെന്റ് സംസാരിക്കും. ഡോക്യുമെന്റ് ചെയ്തുകൊണ്ട് മെച്ചപ്പെട്ട ഒരു കമ്പനിയുടെ കേസ് ഇപ്പോൾ സൈലം ഏറ്റവും നിങ്ങളുടെ മുമ്പിൽ എക്സാമ്പിൾ ഓപ്പൺ ഐ എന്ന് പറഞ്ഞാൽ day 1 മുതൽ ഡോക്യുമെന്റഡ് ആണ് എവറിത്തിങ്. അതുകൊണ്ടല്ല ഇത്രയും യൂണിക്കോൺ കേരളത്തിലെ ഫസ്റ്റ് യൂണിക്കോൺ കമ്പനി ഓപ്പൺ ആയി. അതും നമ്മളെ മലബാർ ഏരിയയിൽ നിന്നല്ലേ, ബേസ്ഡ് ഔട്ട് ഓഫ് ബാംഗ്ലൂരാണ് ഓഫീസെങ്കിൽ. എന്തുകൊണ്ട് അവർക്ക് പറ്റിയെന്ന് വെച്ചാൽ ഗവേണൻസ് തുടക്കം മുതൽ പെർഫെക്റ്റ് ആയിരുന്നു. ഓപ്പൺ ഓൾറെഡി ഒരു CFO ഉണ്ട്, അതന്നെയാണോ ഒരു പ്രധാന? അങ്ങനെയൊന്നുമില്ല, CFO എന്നില്ലല്ലോ. നമ്മളെ മൈൻഡ് സെറ്റ്, നമ്മൾ വൃത്തിയായിട്ട് ബിസിനസ് ചെയ്യാമെന്ന് മൈൻഡാക്കി കഴിഞ്ഞാൽ എല്ലാം ട്രാൻസ്പെറൻസി, അക്കൗണ്ടബിലിറ്റി മൈൻഡ് സെറ്റാണ് നമ്മളെ ഇതിൻ്റെ ഫ്യൂച്ചർ. അത് ഫൗണ്ടേഴ്സിൻ്റെ മൈൻഡ് സെറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഇൻവെസ്റ്റേഴ്സിന് കോൺഫിഡൻസ് ആവും. പിന്നെ നിങ്ങളെ ബിസിനസ്സിനെ നിങ്ങൾ പ്രോഡക്റ്റ് ആക്കുക. നിങ്ങളെ പ്രോഡക്റ്റിനെ വിൽക്കാനാവുമ്പോൾ എന്തായിരിക്കും ഏറ്റവും ക്വാളിറ്റി ആക്കൂലേ, അതേപോലെ ബിസിനസ്സിനെ പ്രൊഡക്റ്റ് ആക്കുക. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കും, ബിസിനസ്സിനെ പ്രൊഡക്റ്റ് ആകുമ്പോൾ എവിടെയൊക്കെ ശ്രദ്ധിക്കും, ആ ശ്രദ്ധകളാണ് നാളെ വാല്യൂഷൻ കിട്ടുക.